എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 62, 63, 64, 65 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. തന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഇനി അംബരീഷ മഹാരാജാവിനോട് താൻ ചെയ്ത ആ ദ്രോഹം നിമിത്തം ഭക്തവത്സലനായ ഭഗവാൻ ശ്രീഹരിക്കല്ലാതെ ഇനി തന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ദുർവാസ മഹർഷിക്ക് മനസ്സിലായി. ഇത്ര അപരാധമാണ് താൻ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് ബോധ്യായി. അംബരീഷ മഹാരാജാവ് ഇത്ര ഭക്തനാണെന്നൊന്നും അറിയാഞ്ഞിട്ടല്ല, എന്താ അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയാണ് തോന്നിയത്. ക്രോധം വിവേകത്തെ നശിപ്പിക്കുന്നു പറയില്ലേ, അദ്ദേഹം ഇത്രയും തപസ്വി തന്നെയാണ്. പക്ഷെ കോപം, അതാണ് അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹത്തിന്റെ ഒരു ദോഷം. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. എത്രയോ പേരുണ്ട് നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ പെട്ടെന്ന് കോപം വന്ന വിവേകം അങ്ങോട്ട് നശിച്ച് പ്രവർത്തിക്കും. ഒരു നിമിഷത്തെ ഇതായിരിക്കും, പക്ഷെ അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണമാവും അല്ലെ. ആ ക്രോധം വന്നു കഴിഞ്ഞാൽ ക്രോധത്തെ നിയന്ത്രിക്കണം അല്ലെ എന്ന് ഓരോ കാര്യങ്ങളും നമ്മള് ഭാഗവതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഭാഗവതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. അന്യന്മാരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക അല്ലെ. 62ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 62. അജാനതാദേ പരമാനുഭാവം കൃതം മയാഘം ഭവത പ്രിയാണാം വിധേഹി തസ്യാപചിതും വിധാത മുച്ചേത എന്നാംന്യുദിതേ നാരകോപി. തേ പരമാനുഭാവം, അങ്ങയുടെ സർവോത്കൃഷ്ടമായ അനുഭാവത്തെ അജാനതാമയ അറിയാത്തവനായ എന്നാൽ ഭവത പ്രിയാണാം അങ്ങയുടെ പ്രിയന്മാർക്ക് അഘം കൃതം ദുഃഖം ചെയ്യപ്പെട്ടു. വിധാത ഹേ സ്രഷ്ടാവേ, തസ്യ അപചിതിം അതിന്റെ പ്രായശ്ചിത്തത്തെ വിധേഹി ചെയ്താലും എന്നാംനി യാതൊരുവിന്റെ നാമം ഉദിതേ ഉച്ചരിക്കപ്പെടുമ്പോൾ നാരക അഭി നരകത്തിലുള്ളവനും മുച്ചേത മോചിക്കപ്പെടും. വാസാവ് മഹർഷി പറയുന്നു, ഹേ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഹേ പ്രഭു, അങ്ങയുടെ പരമമായ മാഹാത്മ്യത്തെ അറിയാതിരുന്ന ഞാൻ അങ്ങയുടെ പ്രിയനായ അംബരീഷന് അപരാധം ചെയ്തു പോയി, ക്ഷമിക്കണേ. എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന് അവിടുന്ന് അടിയനോട് പൊറുത്ത് രക്ഷിക്കണേ. എല്ലാം സംസ്ഥാപരാധങ്ങളും ക്ഷമിക്കണേ. നരകത്തില് കിടക്കുന്നവന് കൂടി എത്ര പാതകം ചെയ്താലും ആ ദോഷങ്ങൾക്ക് കൂടി അവിടുത്തെ നാമോച്ചാരണം മാത്രത്താൽ, അവിടുത്തെ നാമം, ഒരു നാമം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ആ ദോഷങ്ങളെല്ലാം നശിക്കുമല്ലോ. എത്ര പാതകം ചെയ്താലും നരകത്തിൽ കിടക്കുന്നവനും കൂടി സദ്ഗതി ലഭിക്കും. അങ്ങനെയുള്ള അങ്ങയെ ദർശിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണം. ഉറക്കെ ജപിച്ചുല്ലോ ദുർവാസാവ് മഹർഷി. അച്യുതാനന്ദ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ജപിച്ചു. അതാണ് പറയണത്. അങ്ങയുടെ തിരുനാമം ഉച്ചത്തിൽ ജപിച്ച എന്നെ, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണേ. ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച അഹം ഭക്തപരാധീനോ ഹി അസ്വതന്ത്രൈവ ദ്വിജ സാധുഭിർഗ്രസ്ത ഹൃദയോ ഭക്തജനപ്രിയ. ദ്വിജ ഹേ ബ്രാഹ്മണ, ഭക്തപരാധീന ഭക്തന്മാരുടെ അധീനത്തിലിരിക്കുന്നവനും സാധുഭി
ഭക്തേഹി സാധുക്കളായ ഭക്തന്മാരാൽ ഗ്രസ്തഹൃദയ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനും ഭക്തജനപ്രിയ ഭക്തജനങ്ങളാകുന്ന പ്രിയന്മാരോടു കൂടിയവനുമായ അഹം ഞാൻ അസ്വതന്ത്രൈവ സ്വതന്ത്രനല്ലാത്തവൻ എന്ന പോലെ ഇരിക്കുന്നു. ഭഗവാൻ പറയാണ്, ഭഗവാന് മനസ്സിലായി ബ്രാഹ്മണന് ദുർവിചാരമല്ല, ഇപ്പൊ വിവേകം ഉണ്ടായി എന്ന് ശരിക്കും ഭഗവാന് മനസ്സിലായി. അപ്പൊ അതാ പറയണു, ഹേ ദ്വിജ, അങ്ങേ ഇപ്പൊ പക്ഷെ രക്ഷിക്കാൻ സ്വാതന്ത്ര്യം എനിക്കില്ല. ഞാൻ ഭക്തന്മാർക്ക് അധീനനാണ്. അതുകൊണ്ട് ഞാനിപ്പോ അസ്വതന്ത്രനാണ്. നിഷ്കാമന്മാരായിരിക്കുന്ന ഭക്തന്മാര് എന്റെ ഹൃദയത്തെ എങ്ങനെ വശീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭക്തിയുള്ളവരെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എനിക്ക് ആ നിഷ്കാമ ഭക്തിയുള്ളവരെ തന്നെ ഞാൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും. അവൻ ഇഷ്ടം ഇപ്പൊ പിന്നെ ആ അംബരീഷന് ഞാൻ എന്റെ സുദർശന ചക്രം എന്തും ഞാൻ കൊടുക്കും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക്. ഇപ്പൊ സുദർശനം ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തമാണ്, ദുർവാസസെ. അതുകൊണ്ട് ഞാനിപ്പോ അസ്വതന്ത്രന, എന്റെ കയ്യില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അംബരീഷന് തന്നെ ശരണം പ്രാപിച്ചോളൂ. ആ ഭക്തന അധീനനാണ് ഞാനിപ്പോൾ. ഞാൻ അസ്വതന്ത്രനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ പറയുന്നു, നാഹമാത്മാനമാശാസേ മൽഭക്തൈ സാധുഭിർവിന ശ്രിയം ചാത്യന്തികിം ബ്രഹ്മൻ യേഷാം ഗതിരഹം പരാ. യേഷാം യാതൊരു ഭക്തർക്ക് അഹം ഞാൻ പരാഗതി പരമാശ്രയമോ സാധുഭി മൽഭക്തൈവിന സാധുക്കളായ ആ എന്റെ ഭക്തന്മാരോട് കൂടാതെ ആത്മാനം എന്നെയും ആത്യന്തികയും ശ്രിയം ച അവ്യഭിചാരിണിയായ ശ്രീദേവിയെയും അഹം നാശാസേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറൊന്നും ആഗ്രഹിക്കാതെ, അന്യ വിഷയങ്ങളോ സുഖങ്ങളോ യാതൊന്നും ആഗ്രഹിക്കാതെ, ഒരു ഫലവും കാക്ഷിക്കാതെ, അങ്ങനെ എന്നിൽ തന്നെ ദൃഢമായ ഭക്തിയോടുകൂടി ഇരിക്കുന്ന ആ പരമവിവേകികളായ ആ ഭക്തന്മാരെ കൂടാതെ എന്നെ ഏതു കാലത്തും വിട്ടുപിരിയാതെ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെയും കൂടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആ ഭക്തന്മാരെ തന്നെയാണ്. ലക്ഷ്മി ദേവിയെക്കാളും എനിക്ക് പ്രിയം ആ ഭക്തന്മാരാണ്. പിന്നെ അതുകൊണ്ട് ഭക്തദ്രോഹികളായ അന്യരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഭഗവാൻ പറയണം. യേ ദാരാഗാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാതാ കഥം ത്യാം ത്യക്തുമുത്സഹേ. യാതൊരുത്തർ ദാരാകാരപുത്രാപ്താൻ ദാരങ്ങള്, ഭാര്യ, ഗൃഹങ്ങള്, പുത്രന്മാര് ഇവരെയും പ്രാണാൻ പ്രാണങ്ങളെയും വിത്തം ധനത്തെയും ഇമം ഈ ലോകത്തെയും പരം പരലോകത്തെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് മാം ശരണം യാത എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ താൻ അവരെ ത്യക്തും ഉപേക്ഷിക്കാനായിക്കൊണ്ട് കഥം ഉത്സഹേ എങ്ങനെ ഞാൻ ഉത്സാഹിക്കും. ആ ഭക്തരുണ്ടല്ലോ എന്റെ ഭക്തര്, ഭാര്യ, ഗൃഹങ്ങള്, പുത്രന്മാര്, മാന്യന്മാരായ ബന്ധുമിത്രാദികള്, ജീവനഹേതുക്കളായിട്ടുള്ള അന്യസാധനങ്ങള്, ധനം, ഇതിലൊന്നും ഒട്ടും ആഗ്രഹം വെക്കാതെ ഈ ലോകത്തിലോ പരലോകത്തിലോ ലഭിക്കാവുന്ന യാതൊരു സുഖത്തെയും ആദരിക്കാതെ എന്നെ തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുകയാണ് എന്റെ ആ ഭക്തന്മാര്. അങ്ങനെയുള്ള ആ ഉത്തമ ഭക്തന്മാരെ ഉപേക്ഷിക്കാൻ ഞാൻ എങ്ങനെ ശക്തനാകും? വിശ്വസ്തന്മാരെ ത്യജിക്കുന്നത് ഉചിതല്ലല്ലോ എന്ന് പറയാണ് ഭഗവാൻ. ദുർവാസസ് തന്നെ രക്ഷിക്കണമെന്ന് മാത്രമല്ലാതെ അംബരീഷനെ ഉപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. എങ്കിലും തന്റെ ഭക്തനായ അംബരീഷനെ ഉപദ്രവിച്ച് ആ ദുർവാസാവിനെ രക്ഷിക്കുന്നത് അംബരീഷനെ ഉപേക്ഷിക്കണമെന്ന് തുല്യമാണെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുക ഭഗവാൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.